നമ്മൾ വൻതോതിൽ എണ്ണ വാങ്ങിക്കായിരുന്നു. 30-45% നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത് അവിടെ നിന്ന് കൂട്ടിയായിരുന്നു. ഇപ്പം മൊത്തം കുറച്ചല്ലോ, വളരെ കുറച്ചേ ഇപ്പം മേടിക്കുന്നുള്ളൂ. കാരണം എന്താണ്? ട്രംപ് പേടിപ്പിച്ചു നമ്മൾ റിലയൻസും നയാര വാങ്ങുന്നത് നമ്മൾ കുറച്ചു. ഇപ്പം നമ്മൾ നാമമാത്രമായിട്ടേ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ ട്രംപിന് മാർക്ക് എന്ത് മനസ്സിലായി? ഫോഴ്സ് ചെയ്താലും മാതിരി പരിപാടി നിർത്തും. അതുകൊണ്ട് മോദി വാണ്ടഡ് ടു മേക്ക് മീ ഹാപ്പി എന്ന് പറഞ്ഞ് എന്തിനാണ്? എന്നെ ഹാപ്പി ആക്കണം എന്നറിയാം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ 500 ഇടുമെന്ന് പറയണം. 500 ഇട്ടാൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖല തകർന്നു സമ്പൂർണ്ണമായും. ഇപ്പം തന്നെ നമ്മൾ ഏതാണ്ട് $35 ബില്യൺ ഇത് അനുഭവിക്കാൻ പോവാണ്. നമ്മുടെ GDP ബാധിക്കാൻ പോവാണ്. സോ എന്താ സംഭവിക്കാൻ പോകുന്നത് ചോദിച്ചാൽ ഇന്ത്യയെ ഭയപ്പെടുത്തി പിന്നോട്ട് കൊണ്ടുവരിക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, മേ സി യു സാർ എന്ന് ചോദിച്ച് മോദി വിളിച്ചു എന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ അവരുടെ കൊമേഴ്സ് സെക്രട്ടറി ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ കാര്യമുണ്ട്. മോദി ട്രംപിനെ മീറ്റ് ചെയ്യുന്നില്ല, മോദി വന്ന് കാണുന്നില്ല. അതുകൊണ്ടാണ് അത് തീരാത്തത്, അതുകൊണ്ടാണ് ഡീൽ നടക്കാത്തത്. ആദ്യം ഞങ്ങൾ ഇന്ത്യക്ക് മുമ്പിൽ ഓഫർ വെച്ചിരുന്നു. ഇന്ത്യയേക്കാൾ മുമ്പ് പല രാജ്യങ്ങളും വന്ന് സെറ്റിൽ ചെയ്ത് പോലും ഇന്ത്യ വന്നില്ല. ഇന്ത്യ 3 ആഴ്ച സമയം ചോദിച്ചു. ഇനി ഞങ്ങൾ ആ ഓഫർ കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ പ്രഖ്യാപിക്കും. ഇനി ഞങ്ങൾ ഓഫർ ഇല്ല, ഇനി നിങ്ങൾ പഴയ പരിപാടിക്ക് വന്നാൽ മതി. അപ്പം മോദി നേരിട്ട് വന്ന് സംസാരിക്കാത്തതുകൊണ്ട് തരുന്നില്ല. നോക്കൂ, എന്താ പറയുന്നത്, എന്നെ സന്തോഷിപ്പിക്കണമെന്ന് മോദിക്ക് അറിയാമെന്നൊക്കെ പറയുമ്പം നമ്മൾ പറയേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ എങ്ങനെയാണ് ഇവരോട് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. പണ്ടൊക്കെ നമ്മൾ പാർട്ട്നേഴ്സ് എന്ന നിലയ്ക്കാണ് അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും. ഇപ്പം അങ്ങനല്ല, ഡിപ്പെൻഡൻ്റ് ആണ് വേണം ഇന്ത്യ എന്നാണ് മോദിയെ കാണുന്നത്. അങ്ങനെയാണ് ഈ മോദി ഗുരുവാണ്, സുഹൃത്താണ്, ഫ്രണ്ടാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു ഡിപ്പെൻഡൻ്റാണ്, ഞങ്ങൾക്ക് സൗകര്യം തരുന്ന മട്ടിലാണ് അമേരിക്ക കാണുന്നത്. അപ്പോൾ ഇത് ഇന്ത്യൻ വിപണിയെ സീരിയസ് ആയി ബാധിക്കാൻ പോകുന്നതാണ്. അതിനെങ്ങനെയാണ് ഇവർ മറികടക്കാൻ പോകുന്നത്? അമേരിക്കയായിട്ടുള്ള ട്രേഡ് ഡീൽ വൈകുന്നത് ഇന്ത്യക്ക് വലിയ കുഴപ്പമുണ്ടാക്കുന്നതാണ്. അതെന്തുകൊണ്ട് പരിഹരിക്കാൻ അമേരിക്കയ്ക്ക് പറ്റിയിട്ടില്ല, ഇന്ത്യക്ക് പറ്റിയിട്ടില്ല എന്നുള്ള മൗലികമായ ചോദ്യമുണ്ട്. അതിനെ മോദി ഭരണകൂടം മറികടക്കുമോ എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അപ്പോൾ അവർ വിദേശ നയത്തിലും ഒരു ആഗോള സൗഹൃദത്തിലും ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന വലിയ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കണം. നമ്മുടെ വിപണിയെ ബാധിക്കാതെ, നമ്മുടെ ഇന്ത്യൻ പ്രൈഡിനെ ബാധിക്കാതെ അമേരിക്കയായിട്ടുള്ള സംഗതി എങ്ങനെ സെറ്റിൽ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം.